യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു ലോങ് ബ്രേക്കിന് ശേഷമാണ് നമ്മൾ പിന്നെയും ബാക്ക് ടു യൂട്യൂബ്. ഓൾമോസ്റ്റ് ഒരു 1 year ആയി ഇപ്പോൾ നമ്മൾ യൂട്യൂബ് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട്. ബട്ട് ഡ്യൂ ടു സം പേഴ്സണൽ റീസൺസ് നമുക്ക് യൂട്യൂബ് ചാനൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിരുന്നില്ല. ബട്ട് നൗ വി ആർ ബാക്ക് അഗെയിൻ. അപ്പം ഇന്നിപ്പം ഞാനിപ്പം എറണാകുളത്തുണ്ട്. ആൻഡ് ദെൻ വി ആർ ഗോയിങ് ടു കോട്ടയം. അപ്പം അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഞാനും മമ്മയും ബാബയും, ഞങ്ങൾ 3 പേരും മാത്രമേ പോകുന്നത്. പപ്പ ഇവിടെ ഇല്ല ആക്ച്വലി. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ പോയിട്ട് ഇന്നിപ്പോൾ സാറ്റർഡേ, നാളെ വരും ഞങ്ങൾ. ദാറ്റ് ഈസ് ഓൾ. ഒരു ദിവസത്തെ കാര്യമുള്ളൂ, 2 ദിവസത്തെ കാര്യം. അപ്പോൾ ലെറ്റ്സ് സീ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇപ്പോൾ ആക്ച്വലി ടൈം വന്നിട്ട് ഒരു 11:30 കഴിഞ്ഞു. രാവിലെ ഇറങ്ങണം എന്ന് വിചാരിച്ച, ബട്ട് ലേറ്റായി. ബട്ട് സോ അപ്പം 11:30 ആയി. ഇനി നമ്മൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ. പോണ വഴിക്കായിരുന്നു ഞങ്ങളടുത്തത് ഏറ്റുമാനൂർ മഹാലക്ഷ്മി സിൽക്സ് ഉണ്ടല്ലോ എന്ന്. അപ്പോൾ ഒരു കുറച്ച് ചെറിയ രീതിയിൽ ഓണം ഷോപ്പിംഗ് ചെയ്താലോ എന്ന് ആലോചിച്ചു. അപ്പോൾ അങ്ങനെ ഏറ്റുമാനൂർ മഹാലക്ഷ്മിയിൽ ഞങ്ങൾ കയറി. ഞങ്ങൾ ഒത്തിരി എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇറ്റ് വാസ് റിയലി നൈസ്. നല്ല കളക്ഷൻസും ഉണ്ടായിരുന്നു, നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുണ്ടായി. എന്നാലും ഞങ്ങൾ ചെറിയ രീതിയിലൊരു ഓണം ഷോപ്പിംഗ് ഞങ്ങൾ അവിടെ തന്നെ നടത്തി കേട്ടോ. അപ്പോഴാണ് ഭാവിക്ക് ധാവണി വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ധാവണിയുടെ 2-3 സെറ്റ് കണ്ടു. അതിൽ നല്ലത് ഒരെണ്ണം നോക്കി ഞങ്ങൾ എടുക്കുകയും ചെയ്തു. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ബില്ലിങ്ങിന് കയറി. അങ്ങനെ ഒരു ചെറിയ എമൗണ്ട് ബില്ലൊക്കെ ആയി. ഞങ്ങൾ അവിടെ നിന്ന് പിന്നെയും വി സ്റ്റാർട്ടഡ്. പപ്പയുടെ വീട്ടിൽ വന്നു. അപ്പോഴത്തേക്കും അമ്മച്ചി നല്ല ചൂട് ചോറും കറിയും മീൻ വറുത്തതും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായി. അങ്ങനെ അതും കഴിച്ചു. നല്ല രീതിയിൽ വിശപ്പുണ്ടായിരുന്നു, കാരണം ഞങ്ങൾ രാവിലെയും മരിക്ക് ഫുഡൊന്നും കഴിക്കാനാണ് ഞങ്ങൾ ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ അവിടെ അടുത്തുള്ള കസിൻസിൻ്റെ വീട്ടിലൊക്കെ കയറി എല്ലാവരെയും കണ്ട് അങ്ങനെ ഞങ്ങളിപ്പം അമ്മയുടെ വീട്ടിലേക്ക് പോവാണ്. ഞങ്ങൾ അവിടെയാണ് ഇന്ന് രാത്രി സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ഫൈനലി വി ഹവ് റീച്ച്ഡ് ഹോം. ഇപ്പോൾ സമയം ആക്ച്വലി 6:30 ഞങ്ങൾ കുറേ ഷോപ്പിങ്ങും അതും കുറേ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഇറ്റ് ഗോട്ട് എ ലോട്ട് ലേറ്റ്. പക്ഷേ കുഴപ്പമില്ല, 6:30. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ പപ്പയുടെ വീട്ടിൽ കയറി. അങ്ങനെ കുറച്ച് കസിൻസിൻ്റെ ഒക്കെ വീട്ടിൽ കയറി. അപ്പോൾ എല്ലാം കൂടെ കഴിഞ്ഞ് ഞങ്ങൾ കോട്ടയത്ത് എത്തിയപ്പോൾ തന്നെ 3 മണിയാവാറായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി എല്ലായിടത്തും കയറി. ഇപ്പം 6:30 റീച്ച്ഡ് ബാക്ക് ഹോം, റീച്ച്ഡ് മോംസ് ഹൗസ്. അപ്പം അങ്ങനെയൊക്കെ. അപ്പം ഇന്നിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് നത്തിങ് മച്ച്, ഒന്നുമില്ല. നാളെ മമ്മ ഈസ് ഹാവിങ് അല്ല ഷീ ഈസ് ഹാവിങ് ഹെർ 10th റിയൂണിയൻ. അപ്പം അതിന് രാവിലെ പോകണം. മേ ബി നാളെ സൺഡേ, അപ്പം നാളെ പള്ളിയിലും പോകണം. അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ മെയിൻലി വന്നതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ആ റിയൂണിയൻ പാർട്ടി അറ്റൻഡ് ചെയ്യാനുള്ള. ഇറ്റ്സ് ലൈക്ക് ഒരു ഓണം പ്രോഗ്രാം കൈൻഡ് ഓഫ് വിത്ത് ഹെർ സ്കൂൾ ഫ്രണ്ട്സ്. അപ്പം അത് അറ്റൻഡ് ചെയ്യാനാണ് നമ്മൾ മെയിൻലി വന്നത്. അതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ. വേറെ നത്തിങ് മച്ച്. ആക്ച്വലി സന്ധ്യയായി, ഇരുട്ടാവാൻ തുടങ്ങുന്നു. അങ്ങനെ നെക്സ്റ്റ് ഡേ രാവിലെ ഞാനും അച്ഛമ്മയും മാത്രം പള്ളിയിൽ പോയി. എന്നിട്ട് വേഗം തന്നെ വീട്ടിൽ വന്ന് മമ്മേനെ പിക്ക് ചെയ്ത് മമ്മേനെ സ്കൂളിൽ വിടണമായിരുന്നു. അപ്പോൾ അവിടെയായിരുന്നു അവരുടെ പ്രോഗ്രാം നടക്കുന്നത്. അങ്ങനെ അമ്മയുടെ സ്കൂളിലെത്തി. അമ്മയുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ ഓണം സെലിബ്രേഷൻ വിത്ത് ദർ 10th റിയൂണിയൻ. അപ്പം അങ്ങനെ എല്ലാവരും കൂടി ഉണ്ടായി. ആൻഡ് ദേ ജസ്റ്റ് എൻജോയ്ഡ്. അപ്പോൾ ആക്ച്വലി ഇപ്പം നമ്മൾ വന്നിട്ട് രാവിലത്തെ വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല. ചെറിയ ഷോർട്സ് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ.
അപ്പോൾ രാവിലെ നമ്മൾ പള്ളിയിൽ പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പള്ളിയിൽ പോയി പിന്നെ മമ്മേനെ കൊണ്ടാക്കാണ്ട്. ആക്ച്വലി നമ്മൾ വന്നത് അറിയാമല്ലോ, മമ്മയുടെ റിയൂണിയൻ ഉണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ മമ്മേനെ വേഗം തന്നെ പള്ളിയിൽ നിന്ന് വന്ന് മമ്മേനെ കൊണ്ട് അവിടെ ആക്കി. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ഷോട്ട്സ് ഞാൻ കണ്ടല്ലോ. അപ്പോഴത്തേക്ക് അത്രയൊക്കെ ഷോട്ട്സ് എനിക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞു. ഇപ്പം വന്നൊരു ബ്രെഡ് മേടിച്ചോണ്ട് ചെല്ലാൻ പോലും. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. രാവിലെ പള്ളിയിൽ പോയതാണ്, അല്ലാണ്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ പോയി കഴിക്കണം എന്തെങ്കിലും, എന്നിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കണം. എന്നിട്ട് ഇന്ന് വൈകിട്ട് നമ്മൾ റിട്ടേൺ ഉണ്ടാവും. നമ്മളിന്ന് വൈകിട്ട് പോവാണ് തിരിച്ച്. പപ്പ അവിടെ വന്നിട്ടുണ്ട്. ഞാൻ ആക്ച്വലി വന്നിട്ട് പപ്പേനെ ഇതുവരെ കണ്ടില്ല. ഹി വാസ് ഇൻ ബാംഗ്ലൂർ. അതായത് പപ്പേനെ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ വന്ന് കഴിഞ്ഞിട്ട് പപ്പേനെ കാണണം. വണ്ടി എടുത്ത് വീട്ടിലോട്ട് പോകാം. അടുത്ത് തന്നെ, നമ്മുടെ സ്കൂൾ അടുത്ത് തന്നെയാണ്. അവിടെ കൊടുങ്ങൂർ, കോട്ടയം ഇതായിട്ടാണ്. സൺഡേ ആണ്, സെപ്റ്റംബർ 1. സത്യം പറഞ്ഞാൽ രാവിലെ പള്ളിയിൽ പോകാനിട്ട് ഞാൻ പള്ളിയിൽ പോകണമെന്നൊന്നും വിചാരിച്ചില്ല. ഐ വാസ് ആക്ച്വലി വെരി ലേസി. ഇപ്പോൾ ഇവിടുത്തെ പള്ളിയിൽ 2 കുർബാനയായിട്ടാണ്. അപ്പോൾ രാവിലെ 5:30 ഒരെണ്ണമുണ്ട്, പിന്നെ 7:30. അപ്പോൾ 7:30 അമ്മയ്ക്ക് 10 മണിയാകുമ്പോഴത്തേക്കും ചെല്ലണം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ പോയാലേ ശരിയാവുള്ളൂ എന്നാണ് വിചാരിച്ചത്. ബട്ട് മടി കാരണം എണീറ്റില്ല. എന്നിട്ട് ലാസ്റ്റ് 7:30 കുർബാനയ്ക്കാണ് പോയത്. പോയി കുർബാന തീർന്നു. ജസ്റ്റ് കുർബാന തീർന്നപ്പോഴേ ഇറങ്ങിയപ്പോൾ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അതിനിടയ്ക്ക് പണിയിട്ട് ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും വേറെ കാറ് പാർക്ക് ചെയ്തു. പിന്നെ അവരെ വെയിറ്റ് ചെയ്ത് കുറച്ചേരം നിൽക്കേണ്ട വന്നു. പിന്നെ പെട്ടെന്ന് തന്നെ വന്ന് അമ്മേനെ കൊണ്ടാക്കി. അവിടെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അമ്മയുടെ അവിടെ കുറേ പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം ഞാൻ അവിടെ നിന്നു. പിന്നെ എനിക്കറിയില്ല, അപ്പോൾ ഐ ഡിഡ്ന്റ് വാണ്ട് ടു സ്റ്റേ ദേർ ഫോർ ലോങ്. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ നിന്നില്ല. എന്നിട്ട് ഞാൻ പോന്നു. ഇനിയിപ്പോൾ അമ്മേനെ തിരിച്ച് പിക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ചെല്ലാം എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയുടെ ഒരു ഫ്രണ്ടിനെയും കൂടെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ ആക്ച്വലി മഴ, ഇന്ന് രാവിലെ തൊട്ട് നല്ല മഴ, ഇന്നലെ രാത്രി തൊട്ട് നല്ല മഴ. പക്ഷെ ഇന്നലെ ഞങ്ങൾ വന്ന ടൈമിൽ മഴ ഉണ്ടായിരുന്നില്ല. ബട്ട് ഇന്ന് രാവിലെ തൊട്ട് മഴയാണ്. എന്നാൽ ഭയങ്കര മഴയായിട്ട് ഇതുവരെ പെയ്തിട്ടില്ല. ചെറിയ മഴ രീതിയിൽ അങ്ങനെ മഴയുണ്ട്. പിന്നെ ഇപ്പോൾ ഒറ്റയ്ക്കുള്ളൂ, എല്ലാവരും കിട്ടും. പിന്നെ ഫോർ ദോസ് ഹു ആസ്കിങ് മീ, ഞാനൊരു 1 year എന്തായിരുന്നു ഈ ഒരു ഗ്യാപ്പ് എന്തായിരുന്നു ചോദിച്ചാൽ, ഇറ്റ് ഈസ് ആക്ച്വലി ഐ ഗോട്ട് അഡ്മിറ്റഡ് ടു എ കോളേജ്. അപ്പോഴത്തേക്കും ഞാൻ പിന്നെ കോളേജിലായിരുന്നു. ആൻഡ് ദെൻ ഐ വാസ് നോട്ട് ഡൂയിങ് എനി വ്ളോഗ്സ് ഓർ എനിത്തിങ്. ഞാൻ വ്ളോഗിലേക്കൊന്നും ഞാൻ ഇല്ലായിരുന്നു. ഞാൻ ഒന്നും സ്റ്റോറീസും സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരു വ്ളോഗ് അങ്ങനെ ഒരു രീതിയിലൊന്നും ഞാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഐ എം പ്ലാനിങ് ടു കം ബാക്ക്. എൻ്റെ ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം കഴിഞ്ഞു. പ്രാക്ടിക്കൽ എക്സാംസ് അല്ല, ആ ഒരു ബ്രേക്കിനാണ് ഞാനിപ്പോൾ നാട്ടിലെത്തിയിരിക്കുന്നത്. ഞാൻ പോണ്ടിച്ചേരിയാണ് കോളേജ്. അപ്പം അത് അങ്ങനെയാണ് എൻ്റെ 1 year ബ്രേക്ക്. അതായിരുന്നു എന്താണെന്ന് ചോദിക്കുന്നവരോട്. സോ അതാണ് മോളിലെത്തിയിട്ട്. അവരും കഴിച്ചിട്ടുണ്ടാവില്ല. ഞാൻ ബ്രെഡ് മേടിച്ചുകൊണ്ട് വരുന്ന വീട്ടിൽ ഇരിക്കും. ഇനിയിപ്പോൾ എന്തായാലും അമ്മേനെ കൊണ്ടുവിടാൻ പോകണം. പക്ഷെ കൊണ്ടുവരാൻ വരണം. അപ്പോൾ വീട്ടിലെത്തി. സോ അപ്പം ഇനിയിപ്പം കാണാം, നമുക്ക് എന്താ കാണാം. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഇപ്പോൾ സമയം ആക്ച്വലി 11:45 ആവാറായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. രാവിലെ ഒന്നും കഴിക്കണം. പള്ളിയിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് തുടങ്ങണം. കഴിച്ചിട്ട് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം ഞാൻ മമ്മേനെ പോയി പിക്ക് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ തിരിച്ചെത്തി ഫുഡ് കഴിച്ച് ഇനിയിപ്പോൾ ഇറങ്ങാം. ഇപ്പോൾ സമയം 3:30. അപ്പോൾ ഇപ്പോൾ സമയം 3:39. അപ്പം ഇനിയിപ്പോൾ ഞങ്ങൾ പതുക്കെ ഇറങ്ങാം. അപ്പം ഇനിയിപ്പോൾ ഒരു 5 കഴിയും. 5-6 ഒക്കെ ആകുമ്പോഴത്തേക്കും എറണാകുളം എത്തും.
അപ്പോൾ അങ്ങനെ സോ പോവാം. മമ്മ വരണം. മമ്മ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ രാവിലെ തൊട്ട് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഇപ്പം മഴയില്ല, കുഴപ്പമില്ല. ഇനി പോണ വഴി എങ്ങനെയാണെന്ന് അറിയില്ല, നോക്കാം. സെയിം സെയിം ഡ്രസ്സാണ് മാറി. സെൽഫി അതുപോലത്തെ പറിക്കേ, അതാ പറിക്കേണ്ടത്. അവിടെ ഇതേണ്ട് കിടന്നു രണ്ടെണ്ണം തിന്നുന്നുണ്ടെന്തോ. തിന്നാത്ത നോക്കി പറിക്കണേ. നമ്മുടെ ഇതാന്ന് പറഞ്ഞ ഡെസ്റ്റിനേറ്റ് നമുക്ക് ഏക്കർ കിടക്കണം. ശരി. ഫൈനലി വി ഹവ് റീച്ച്ഡ് ഹോം. ഇനിയിപ്പോൾ ദാറ്റ് ഈസ് ഓൾ. പോയി വന്നു. ഇത് ചെറിയ വ്ളോഗാണ്. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. സോ അണ്ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, until then, bye.